ഓപ്പറേഷൻ ചെയ്യണമെന്നും മന്ദബുദ്ധിയായിട്ട് ജനിച്ച എന്റെ പെങ്ങളെ ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അല്പ ദിവസങ്ങൾ മാത്രം ജീവിതം നിലനിൽക്കുകയുള്ളൂ എന്നും ഡോക്ടർ പറയാൻ കാരണമായി തീർന്നു. ഞാനും എന്റെ ജ്യേഷ്ഠനും ഡോക്ടറെ അടുത്ത് വന്ന് കണ്ടമാനം കരഞ്ഞു. അദ്ദേഹം ഞങ്ങളെ ആശ്വസിച്ചിട്ട് പറഞ്ഞു, സഹോദരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, മാനസികമായ യാതൊരു പ്രയാസവും വരാത്ത രീതിയിൽ ഉള്ള ദിവസങ്ങൾ കഴിഞ്ഞു പോകട്ടെ. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഒരു സഹോദരിയോട് നിങ്ങൾക്കുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങൾ നിലവിളിച്ചു. അമ്മച്ചിയെ വിവരം അറിയിക്കാതെ വീട്ടിൽ വന്ന് അച്ചാച്ചനോട് കാര്യം പറഞ്ഞു. അച്ചാച്ചനും ആകെ മാനസികമായിട്ട് പ്രയാസപ്പെട്ടു. കാരണം മന്ദബുദ്ധിയായിട്ട് ജനിച്ച വളരെ ഏറെ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നല്ലോ എന്റെ സഹോദരി. അതുകൊണ്ട് എല്ലാവർക്കും അവളോട് വളരെ സ്നേഹമായിരുന്നു. അവളുടെ ശാരീരിക അസ്വസ്ഥതകളിൽ എല്ലാവരും മാനസികമായിട്ട് പ്രയാസപ്പെട്ടിരുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയ ആശ്രമത്തിൽ പോയി ധ്യാനം കൂടുകയും അവിടെ ഉപവസിക്കുകയും ചെയ്ത ഒരു മുൻ പരിചയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ചോദിച്ചു, നമുക്ക് അവൾക്ക് വേണ്ടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നല്ലതല്ലേ എന്ന് ചോദിക്കുകയും എന്റെ അച്ചാച്ചൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമ്മതം മൂളുകയും ചെയ്തു. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത പള്ളിയിൽ ചെന്ന് അവിടെ എന്റെ വാർഡിന്റെ ചാർജുള്ള ഫിലിപ്പ് തയ്യിൽ അച്ഛനുമായി ഞാൻ ബന്ധപ്പെടുകയും എന്റെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കുവാൻ വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ചങ്ങനാശ്ശേരി പള്ളി ജനുവരി 23-ാം തീയതി അവിടെ പെരുന്നാളാണ്. അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് സംബന്ധിക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും കഴിയുന്നവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു വിടുവാൻ കാരണമായി. ഞാൻ വീട്ടിൽ വന്ന് എന്റെ പിതാവുമായി എന്റെ ജ്യേഷ്ഠനുമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്കത് സംതൃപ്തികരമായിരുന്നില്ല. കാരണം ഈ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം കോട്ടയിൽ പോയതുകൊണ്ട് ആ കൊന്ത എത്തിക്കുന്ന പ്രാർത്ഥന, ജപമാല യഥാർത്ഥ ദൈവിക പ്രാർത്ഥനയല്ല എന്ന് അവിടെ ആ കാലത്ത് പഠിപ്പിച്ചിരുന്നത് കൊണ്ട് ജപമാല എന്റെ വീട്ടിൽ നിന്ന് മാറ്റി. എന്നാൽ സ്വയം പ്രേരിതമായിട്ട് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ മേലാതിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛനെ സഹായത്തിനായിട്ട് വിളിച്ചത്. എന്നാൽ ഈ സമയത്ത് അച്ഛന് കടന്നു വരാൻ സാധിക്കാതിരുന്നത് കൊണ്ട് ഞങ്ങൾ മാനസികമായിട്ട് പ്രയാസപ്പെട്ടു. ഈ സമയം എന്റെ ജ്യേഷ്ഠൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച, കൊച്ചിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് വെളിപ്പാടിൽ പറഞ്ഞ ഒരു ദേവദാസനുണ്ട്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? അപ്പോൾ എന്റെ അച്ചാച്ചൻ പറഞ്ഞു, വിളിക്ക്. അദ്ദേഹത്തെ എന്റെ ജ്യേഷ്ഠൻ വിളിക്കുകയും അദ്ദേഹം കൊച്ചിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് ഉപവസിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, രാത്രിയിൽ വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുകയും രാത്രിയിൽ ഞങ്ങളുടെ സഹോദരി മരിച്ചു പോകുന്നതായിട്ട് അദ്ദേഹം വെളിപ്പാട് കണ്ടുവെന്ന് പറയുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ മാരകമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്റെ സഹോദരിയെ കർത്താവ് രക്ഷപ്പെടുത്തുമെന്ന് അദ്ദേഹം ഒരു ആലോചനയും പറഞ്ഞു. ഈ ആലോചന വെച്ചിട്ട് അദ്ദേഹത്തെ വീണ്ടും ഞങ്ങൾ വിളിച്ചു. അദ്ദേഹം കടന്നു വന്ന് പ്രാർത്ഥിക്കാമെന്ന് സമ്മതം മൂളി. എന്നാൽ മാരകമായ അവസ്ഥയിൽ ഐസിയുവിൽ കിടക്കുന്ന കൊച്ചിനെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്ന് ആ കൊച്ചിനെ കിടത്തി അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെയാണ് ദൈവം ആലോചന കൊടുത്തതെന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞു. പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെത് വേണം, പക്ഷെ കൊച്ചിനെ കൊണ്ടുവരാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല. അങ്ങനെ പരസ്പരം ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് ഡോക്ടറുടെ സമ്മതം കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തന്നെ ആ ഗ്യാരണ്ടിയിൽ എഴുതി വെച്ച് കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. കൊച്ചിനെ ഞങ്ങളുടെ റൂമിന്റെ തന്നെ നടുക്ക് കിടത്തി. ഞങ്ങൾ അടുത്തിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 സഹോദരങ്ങളും കൂടെ കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്ന് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് എന്റെ വാതിൽ അടച്ചു, എല്ലാ ജനലും അടച്ചു, കർട്ടൻ ഇട്ടു. കാരണം പെന്തക്കോസുകാർ കൈയടിച്ച് പ്രാർത്ഥിക്കും, ബഹളമാകും, ദേശത്ത് ഞങ്ങൾക്ക് അത് അപമാനത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്നുള്ള തോന്നലിൽ, നാണക്കേടുണ്ടാകും എന്നുള്ള തോന്നലിൽ ഞാനിത് ചെയ്തു. അദ്ദേഹം എന്നെ ഉപദേശിച്ചിട്ട് വാതിലെല്ലാം തുറന്നു, എല്ലാ ജനലും തുറന്നു, കർട്ടനും എല്ലാം അദ്ദേഹം തുറന്നിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കണം. കാരണം മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല.
എന്നാൽ അന്ന് കൊച്ചിനെ കിടത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ കൊച്ച് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടിയിട്ട് ഛർദ്ദിക്കും. അതിനുവേണ്ടി ഛർദ്ദിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം 5 മണിയായപ്പോൾ പ്രാർത്ഥന തീർന്നു. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ അദ്ദേഹം വീട്ടിൽ വരികയും ഞങ്ങൾ വീണ്ടും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പ്രാർത്ഥന തുടരുകയും ചെയ്തു. അന്ന് ഏകദേശം ഒരു 5-5:30 മണിയായപ്പോൾ എന്റെ പെങ്ങളുടെ ശരീരം അങ്ങ് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടായി കറക്കുകയും ഒരു വലിയ ശബ്ദത്തോടെ ഛർദ്ദിച്ചു. ആ ഛർദില് ഒരുപാട് രക്തം പാത്രത്തിലായി. ഞങ്ങൾ എല്ലാവരുടെ നിലവിളിച്ചു കരഞ്ഞപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിന്ന ആ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ യേശു കർത്താവ് സാത്താന്റെ തലയെ തകർത്തതാ. അവനിന്ന് വാലിട്ട് അനക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുമെന്ന് എന്നോട് ആലോചന അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കൊച്ചിനെ കർത്താവ് രക്ഷപ്പെടുത്തും. ഇതൊന്നും ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നില്ല. ഞങ്ങൾ കരഞ്ഞു. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, അന്ന് രാത്രിയിൽ എന്റെ ഇളയ പെങ്ങൾ എന്റെ യേശു കർത്താവിനാൽ സൗഖ്യം പ്രാപിച്ചു. കത്തോലിക്ക വിശ്വാസത്തിലായിരുന്ന എനിക്ക് യേശു കർത്താവ് സൗഖ്യദായകനാണെന്നുള്ള ഒരു ബോധ്യം അന്ന് രാത്രിയിലാണ് ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾക്ക് ദൈവവചനം കൂടുതൽ പഠിക്കാനും കർത്താവിനോട് കൂടുതൽ അടുക്കാനും ഒക്കെ കാരണമായി തീർന്നു. എന്റെ ഭവനത്തിൽ 3 മാസം എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ ക്ലാസ് വെപ്പിച്ചു. ഞങ്ങൾ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഛർദ്ദിച്ച സമയത്ത് ഞങ്ങൾ എല്ലാവരുടെ നിലവിളിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ഞങ്ങളോട് ചോദിച്ചു. അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്യുകയായിരുന്നു, കുഞ്ഞിനെ കർത്താവ് രക്ഷപ്പെടുത്തിയാൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? എന്റെ പിതാവ്, എന്റെ ചേട്ടൻ, ഞാനെല്ലാം തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹം കരം നീട്ടി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുകളിൽ അടുക്കടുക്കായിട്ട് ഞങ്ങളുടെ കരം വെച്ചു. അതിന്റെ മുകളിലേക്ക് അദ്ദേഹത്തിന്റെ വലതുകരം വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുടുംബത്തെ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങ് എനിക്കിനോട് ആലോചന പറഞ്ഞതനുസരിച്ച് ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കണം. ഈ കുടുംബത്തെ നിത്യരക്ഷയിലേക്ക് കർത്താവ് വിളിച്ചു വേർതിരിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് രാത്രിയിൽ എന്റെ ഇളയ സഹോദരി സൗഖ്യം പ്രാപിച്ചു. അത് മുഖാന്തരമാണ് ഞങ്ങൾ 3 മാസം അവിടെ പ്രാർത്ഥന ക്രമീകരിക്കാൻ കാരണമായത്. ഈ 3 മാസക്കാലവും എന്റെ പിതാവിന്റെ മദ്യപാനം നിന്നു. എന്റെ പിതാവിന്റെ പുകവലിയുടെ എണ്ണം കുറഞ്ഞു. വീട്ടിലുള്ള കലഹം നിന്നു. ഞങ്ങൾ സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെന്തക്കോസിന്റെ പ്രാർത്ഥന അവിടെ വെച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് എന്റെ ഇടവക പള്ളിയിൽ നിന്നും എന്റെ സഹോദരങ്ങളായിട്ടുള്ള പുരോഹിതന്മാരും കന്യാസ്ത്രീമാരും എന്റെ ഭവനത്തിൽ കടന്നു വരികയും അവരുടെ നിർബന്ധവും അവരുടെ അപമാനം നിറച്ചുള്ള സംസാരവും മുഖാന്തരം എന്റെ അച്ചാച്ചന് അപമാനമുണ്ടാകുകയും അച്ചാച്ചൻ ആ വീട്ടിൽ വെക്കുന്ന പ്രാർത്ഥന ഇനി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നിരസിക്കുകയും ചെയ്തു. എനിക്കും എന്റെ ജ്യേഷ്ഠ സഹോദരനും ഇത് വളരെ സങ്കടത്തിന് കാരണമായി തീർന്നു. കാരണം ദൈവസന്നിധി ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സണ്ണിച്ചായൻ എന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുന്നത്, സണ്ണിച്ചായന്റെ വീട്ടിൽ ക്ലാസ് വെച്ചാൽ ഞങ്ങളെ പഠിപ്പിക്കാവോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാ സമയം എന്ന് പറ, ഞാൻ പഠിപ്പിക്കാം. അവിടെ വെക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അദ്ദേഹം ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഡയറിയും ബൈബിളുമായിട്ട് കടന്നു പോകും. കേൾക്കുന്ന വചനമൊക്കെ എഴുതി വെക്കും. ഓരോന്ന് ഞങ്ങൾ പഠിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിത്യരക്ഷ ഇല്ലാത്ത, അഥവാ അകത്തെ ആത്മാവിന് ജീവനില്ലാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങള്. അതുകൊണ്ട് അകത്തെ ആത്മാവിന് ജീവൻ ലഭിക്കണമെങ്കിൽ നിത്യജീവന്റെ വൃക്ഷമായിരിക്കുന്ന യേശു കർത്താവിൽ നിന്നുള്ള ഫലം, യേശു കർത്താവിനെ സ്വന്തം രക്ഷാവും കർത്താവുമായി സ്വീകരിച്ചാൽ മാത്രമേ അകത്ത് നഷ്ടപ്പെട്ടുപോയ ആത്മജീവൻ മടക്കി കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തു. അന്ന് തന്നെ അവർ വൃക്ഷഫലം തിന്നു, അവർ മരിച്ചു. ശാരീരികമായിട്ടല്ല മരിച്ചത്, ആത്മാവ് മരിച്ചു. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ ആത്മാവിനെ നിർമ്മിച്ചു വെച്ചു.